കാര്യം പറഞ്ഞു, ബാക്കിയല്ലോ ഒക്കെ ആ ഒറ്റ കാര്യം എടേ. അപ്പൊ ഷാജാൻക്ക പൂക്കിയിരുന്ന എടാ ഇവനെ ഫോളോ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഒളിച്ച് കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഷാജാൻക്കാക്ക കട്ടിന്റെ അടിയിൽ. നമുക്ക് ഇവനെ ഊക്കാം, ഇവന്റെ വണ്ടി നോക്കണ്ട, ഇവനെ ഊക്കാം. ഓക്കെ ഓക്കെ റെഡി. ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്. എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി. സത്യം പറഞ്ഞാല് ഞാൻ റിപ്പോർട്ട് എന്ന് അടിക്കരുത് എടാ. ഒരുമാതിരി എടാ അത് ബീരുക്കള സ്വഭാവം, അത് ബീരുക്കള സ്വഭാവം. ആ പരിപാടി ഇല്ല, ആ പരിപാടി നമുക്കില്ല. റിപ്പോർട്ടും പരിപാടി ഒന്നുമില്ല. റിപ്പോർട്ടൊന്നും വേണ്ട. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം വീഡിയോ കാണാം. നിങ്ങൾ സബൂറാക്ക്, വെയിറ്റ് ആക്ക്, വീഡിയോ കാണാം ആദ്യം. ഓക്കെ പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. തൊപ്പിയ ഞാൻ ആദ്യമായിട്ട് എന്നോട് എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി. സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഓൾറെഡി ഓളിന്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു ഫ്രണ്ട് മെഹറിന്റെ ഫ്രണ്ടാ. മെഹർ പറഞ്ഞ ഇയാളെ ഫ്രണ്ടാന്ന്. മെഹർ എന്ന് പറഞ്ഞാൽ ഇയാളെ മോളാകാനുള്ള പ്രായമുണ്ട് അല്ല. ഇയാൾക്ക് മിനിമം ഒരു 52 വയസ്സുണ്ട് ഇല്ലേ? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ നിങ്ങൾ ഈ കോമാളികൾ എന്തിനാ സൈഡിൽ നിൽക്കുന്നത്? അല്ല ഞാൻ ഇങ്ങനത്തെ ഫൈറ്റുകളിൽ എനിക്ക് ഒറ്റക്ക് വേണം. പ്ലീസ്. എല്ലാവരും പോ. എടാ ശരിയല്ല, ഓൻ ഒറ്റക്കാണ് ആടിയിരുന്നത്. അപ്പൊ ഞാനും ഒറ്റക്ക് പറയണ്ടേ? ഞാൻ തിരിച്ചു ഒറ്റക്ക് പറയണ്ടേ? അതല്ല അതിന്റെ ഒരു ഇത്, അതല്ല ആണത്തോ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് എടാ ബായ് കൂട്ടാ മുന്നാടാടിരുന്നോളോ. അപ്പൊ ഞാൻ പറഞ്ഞത് റിപ്പോർട്ട്, ഇതെന്താ എല്ലാരും റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യുന്നത്? ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് ബഞ്ച് ഓഫ് പുസ്സീസ് അല്ല, മനസ്സിലായി? നമ്മള് ബഞ്ച് ഓഫ് പുസ്സീസ് അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും റിപ്പോർട്ടോ അങ്ങനത്തെ പരിപാടിയോ ചെയ്യരുത്. റിപ്പോർട്ടോ മെസ്സേജ് പോയി തെറിവില്ല, കമന്റിൽ പോയി തെറിവില്ല. ഊക്കാം ഓക്കെ, ഊക്കിക്കോ, വാനോളം ഊക്കിക്കോ, ഏറി കയറ്റിക്കോ. പക്ഷെ തെറി വിളിയോ റിപ്പോർട്ടോ ആ പരിപാടിക്ക് നിൽക്കണ്ട. ഓക്കെ, ഈ വീഡിയോ ഞാൻ കണ്ടതാ മോനെ. ഇതിൽ പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. ഇതില് ഒരു പകുതി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫുള്ള് തെറി വിളി. അതായത് സായിപ്പിന്റെ സ്ട്രീം അതിനേക്കാളും വലിയ ഫുള്ള് തെറിവിള. പൂമോനെ, നായനോനൊക്കെ അത് ഇതാക്കിയിട്ടില്ല. ബാക്കി പൂമോനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള്. അങ്ങനത്തെ ഒരു സീനുണ്ട്. നമ്മുടെ സ്ട്രീം എന്ന് വെച്ചാൽ ഫാമിലി അടക്കം ടിവിയിൽ വെച്ച് കാണുന്നതാണ്. ആ ഒരു പേടി എനിക്കുണ്ട്. എന്തായാലും നമുക്ക് പ്ലേ ചെയ്യാണ്ട് വേറെ വഴിയില്ല. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യണം. ആ സമയത്ത് മ്യൂട്ട് ചെയ്യണം. തെറിവിളിന്റെ ഭാഗം മ്യൂട്ട് ചെയ്യണം. പക്ഷെ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് ചെയ്യണം. പക്ഷെ നായിന്റെ മോനെ എന്റെ തന്ത അല്ലണം, എന്റെ തന്ത ഓന്നെ മ്യൂട്ട് ചെയ്തോണ്ട് കുഴപ്പമില്ല. നേഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ കൂക്കാൻ വന്ന നായിന്റെ മോനെ അടിച്ചിടന്ന മൂന്നത്തെ പല്ല് ഞാൻ കൊയ്ക്കും. ജിന്നെ പറഞ്ഞു കൊടുക്കലേ എനിക്കൊരു പ്രശ്നമില്ല നായെ. പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അത് ഈ സാജ സൈക്കൂല മോനെ. കാരണം തന്തയില്ലാത്തവന്മാരെ കുറിച്ച് തന്തക്ക് വിളിച്ച പ്രശ്നമാണ്, അത് സീനാണ്. അത് റിയലി സോറി ഷാജാനിക്ക, സോറി. അത് എനിക്ക് എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ഇല്ലാത്തൊരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത്രയും ഹേർട്ട് ആവുക. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എടാ ബാക്കിൽ ഇരുന്നിട്ട് തവള ഇരിക്കുന്ന പോലെ ചിരിക്കാതെ ബാക്കിൽ ഇരിക്കരുത്. മാറി കീഴുന്ന് മാറി. എനിക്ക് ഇത് ഒറ്റക്ക് സംസാരിക്കണം. കോളെ ഞാൻ ഒറ്റക്കന്നെ സംസാരിക്കില്ല. ആരും കൂട്ടില്ല. ഞാൻ ഒറ്റക്കന്നെ സംസാരിക്കും. അവന്റെ മുന്നിലാണ് ഞാൻ ഒറ്റക്ക് പോയിരിക്കും. ഓരോ ലൊട്ടിയില്ല. അങ്ങനെ ഗ്യാങ് ആയിട്ട് അവനെ തിരിച്ചു പറയണ്ട. അങ്ങനത്തെ ഒന്നും എനിക്കില്ല, മനസ്സിലാവും? അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ഒറ്റക്കന്നെ ഇത്. ഓക്കെ, നേഴ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജെന്താ നായ വിചാരിച്ചത്? ഞാൻ കിടന്ന് വിറക്കുന്നോ? ഒന്ന് പോടാ നായെ. അടിച്ചിടെ മൂന്നിന്റെ ചേപ്പിയാ ഒരു നായിന്റെ മോനെ. ഇജി കളിക്കണ്ട മോനെ. ഞാനൊരു കാര്യം കേട്ടെ. താറിന്റെ ഐറ്റം എത്രയാടാ? താറിന്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? എന്റെ ഒരു ഓർമ്മയില് താറ് ഇത്രയാ. അതായത് അയാള് താറിന്റെ ഗ്ലാസിന്റെ ഇത്ര ഉള്ളത്. അപ്പൊ അയാൾ എന്റെ ഇവിടെ ഉണ്ടാവും അല്ലെ. അതായത് ഞാൻ ഒരു ഫൈറ്റിന് നിൽക്കുവാണെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും അല്ലെ. അതായത് ഈ മുരടിച്ച കടലാമ ഇങ്ങനെ ഉണ്ടാവുക. ഈ ഉടുമ്പ് പോലത്തെ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇയാളെല്ലാം അടിക്കുന്ന ഞാൻ പറയുന്നത്. ഒരു ചവിട്ട് കൊടുത്തിട്ട് ഞാൻ വിടും. ഈ മുരടിച്ച ആമയായിട്ട് ഞാൻ ഫൈറ്റ് എടുക്കണം. ചാറ്റ് പറ ഫൈറ്റ് എടുക്കണം. എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഉടുമ്പിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതായത് ഞാൻ അടിച്ച് മോന്ത പൊളിക്കുന്നത്. എടാ അടിക്കാന് മോന്തക്ക് കയ്യെത്താനൊരു ഐറ്റമാണ്. ഇയാളെ എങ്ങനെ അടിക്കുക? തുള്ളിയിട്ടാ ഇങ്ങനെയാണ് ഇയാൾ അടിക്കുക. ഇയാളെങ്ങനെ അടിക്കുവല്ല? ഇയാളെ അടിക്കുക ശരിക്കും? അതായത് ഷാജാൻ ഖാന്റെ അടിക്കുക എന്നാ പറയുന്നത്. ഷാജാൻ ഖാന്റെ അടിക്കണം പോലും. ഷാജാൻ ഖാന്റെ ആഗ്രഹം അതാന്ന് പോലും.
എന്നാ നമുക്ക് സാധിച്ചു കൊടുക്കാം. എന്തേ അത് നമുക്ക് സാധിച്ചു കൊടുക്കാം. ഞാനൊരു കാര്യം പറ്റേ ഫൈറ്റ് ആണോ, ഞാൻ ഒരു കാര്യം പറ്റേ, ഈ നാട്ടിലത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു വെന്യു വെച്ചിട്ട് ഒരു മാച്ചോ എല്ലാണ്ട് അടിയായി. നമ്മൾ എത്ര പേരെ കണ്ടത്, വീഡിയോ എത്ര പേരെ കണ്ടേ? ഇത് മാത്രമേ പറയും, ഇയാള് വെറും തെറി മാത്രമേ ഉള്ളൂ. ഇയാള് സംസാരിക്കും ഈ കോൾ എന്നിട്ട് നിങ്ങൾ സ്പാം ചെയ്യില്ല. ഇപ്പൊ കോൾ ചെയ്താലും ഇയാള് മര്യാദക്ക് സംസാരിച്ച് പിടിച്ചിട്ടാണ്, ബാക്കി ഇതില്ല. ഇയാൾക്ക് നാവില്ലടാ, ഇയാൾക്ക് തെറി വിളിക്കാൻ മാത്രമേ അറിയൂ. മനസ്സിലായോ? കളിത്തിരക്ക് മാറിപ്പോയി. ഇജെന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? കളമായ അന്റെ തള്ളിയും തന്തി അന്നെ ഒഴിവാക്കിയുള്ള മായ. ഇന്ന് എന്റെ വാപ്പാനെ വിളിച്ചു, നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ? നിങ്ങൾ കമന്റ് ഇടുക. ഷാജാൻക്ക് ഞാൻ വേറൊരു കാര്യം പറയാം, കോളിൽ പറയാം. നിങ്ങൾ കമന്റ് ഇടി. ഏത് കളിട്ടെ ഈ മുട്ടുകാല് പറക്കൂല. നായിന്റെ മോൻ തൊപ്പി അടിച്ചിട്ട് മൂണ്ടതേ പല്ലിനെ പോയിട്ട് നായെ. ആ കാര്യം പറഞ്ഞു, ബാക്കിയല്ലോ ഒക്കെ ആ ഒറ്റ കാര്യം. ഇതെന്തേ എടേ, അപ്പൊ ഷാജാൻക്ക പൂക്കിയിരുന്നാ? ഇയാളല്ലേ ഇപ്പൊ എന്തോ കറളുവാ? ഹായ് കറളു, ഹായ് തൊപ്പി. ഇതാണ് ഇമോജി. ഇതെന്ത് സംഭവം? അതെന്ത് സംഭവം? ഓൾഡ് തൊപ്പി കമ്പേക്കുന്നത് ഇല്ല. തെറിന്റെ ആ ഒരു അങ്ങനത്തെ ലോ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഒരിക്കലും തിരിച്ചു പോകില്ല. ഓക്കെ, ഒരിക്കലും ആ ഒരു അങ്ങനെ താവില്ല നമ്മൾ. മനസ്സിലാവും? എത്ര വലിയ തെറി നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ അങ്ങോട്ട് അങ്ങനെ തെറി അഭിഷേകം നടത്തിയിട്ടുള്ള പരിപാടി നമുക്കില്ല. മനസ്സിലാവും? അത് നമ്മൾ നിർത്തി. ഓക്കെ, മാന്യമായിട്ടൊന്നല്ല, പറയേണ്ടടുത്ത് പറയും. ഒരു മയത്തിലെല്ലാം കാര്യങ്ങൾ പറയും. അല്ലാണ്ട് അങ്ങനെ ഹാർഡ് തെറി കട്ട പച്ചത്തെറിയായിട്ട് ഞാനൊരിക്കലും ആ ഒരു ഇതിലേക്ക് പോകില്ല. നിങ്ങൾ ആലോചിക്കുക, പണ്ട് ഞാൻ തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷാജാനും ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എനിക്ക് എപ്പോഴും ഷാജാന്റെ പേര് പറയുമ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന്റെ വായിൽ വന്നു. കാരണം ഇയാൾ കറക്റ്റ് എന്തോ ഇവരെ ആക്സെന്റോ എന്തോ എനിക്ക് ഇവരെ എന്തോ ഒരു കണക്ഷൻ സംഭവം ഒരു ബന്ധമില്ല ഇവര് തമ്മിൽ. അത് പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഇവരെല്ലാം പണ്ട് ഇവരെ ഫേസ്ബുക്ക് കൂട്ടായ്മല്ലേ നമ്മൾ തെറി വിളിക്കുന്നതിനെല്ലാം എന്തെല്ലോ പറഞ്ഞു വിമർശനമായിട്ട് വന്നത്. ഇപ്പൊ നേരെ തിരിച്ചായി. ഇപ്പൊ ഇവര് ഇങ്ങനെ റീച്ചിന് വേണ്ടി കഷ്ടപ്പെട്ട് തെറി വിളിക്കൽ ഇതന്നെ പരിപാടി, നാണം കെട്ട പരിപാടി. നമ്മൾ മൊത്തം സ്റ്റാൻഡേർഡ് മോഡലിലേക്കും പോയി. ഇതെന്തല്ലേ ലോകം ഇങ്ങനെ മാറുന്നല്ലേ? എന്താ അവസ്ഥ അല്ലേ? എന്റെ ഫോളോ ചെയ്താൽ മാത്രമേ, ഇവനെ ഫോളോ ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല, പക്ഷെ ഫോളോ ചെയ്താൽ മാത്രമേ എന്റെ കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, എനിവേസ് ഗൈസ്, ലെറ്റ്സ് കോൾ അവർ മുത്ത് ഷാജഹാൻ ഷാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറ്റേ, തെറിയെല്ലാം പോട്ടെ, എന്റെ ഉപ്പയും ഞാൻ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അത് കേട്ടാണോ? അത് എനിക്ക് കേട്ടെ. ഇല്ല ഇതിൽ കാണിക്കൂലല്ലോ. റിങ് കാണിക്കോ? ഇൻസ്റ്റ റിങ് കാണിക്കോ? എടുത്തോടെ ഞാൻ എന്താ പറയുക, ഒളിച്ച് കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഷാജാൻ കാക്ക കട്ടിന്റെ അടിയിൽ ഒളിച്ച് ഷാജാൻ കാക്ക ഓടി, തലയിൽ പുതപ്പ് ഇട്ടിട്ട് തലയിലൊരു മുണ്ടും പൊതിച്ചിട്ട് ഓടി. എടുക്കടാ ഷാജാന, ഓടി കട്ടിന്റെ അടിയിൽ ഒളിച്ച്. ഒരു മിനിറ്റ്, ഓടി ഓടാ. ഫോൺ എടുക്ക് കർലു. എടാ ഷാജാനിക്ക ഈഗോ അടിച്ച ഒരാൾ ഫോൺ എടുക്കാൻ, ഈഗോ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കണം. ഈഗോ ഉള്ള ആൾ ഫോൺ എടുക്കുക, മനസ്സിലാവും? ഈഗോ ഉള്ള ആൾ ഫോൺ എടുക്കുക. അത് ഞാൻ ഒരു കാര്യം പറയില്ല. ഈഗോ ഉള്ള ആൾ എന്തായാലും ഫോൺ എടുക്കുക. കോൾ ആസിഫിനെ വിളിച്ചാലോ?